അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരിസം പിഴച്ചതാണെന്ന് നാം ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ട വിഷയമാണ്. കോരൂർ ത്വരീഖത്തിനെ പോലും നൂർഷാ ത്വരീഖത്തിനെ പോലും അംഗീകരിക്കുന്ന, അവർ ഔലിയാക്കളാണെന്ന് പ്രചരിപ്പിക്കുന്ന പിഴച്ച കക്ഷികൾ തന്നെയാണ് കുരുവട്ടൂരികൾ. അവർ അപകടകാരികളാണ്, അവർ തീവ്രവാദികളാണ്, അക്രമകാരികളാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരാൾ കുരുവട്ടൂരിസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു ചാടിയാൽ അവരെ വധിക്കാനും ആക്രമിക്കാനും മറ്റു പലതും ചെയ്ത് നശിപ്പിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പിഴച്ചതാണെന്ന് വ്യക്തമായിട്ടും അവരെ പേടിച്ചുകൊണ്ട് കുരുവട്ടൂരിസം വിടാൻ ഭയപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നിലവിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തങ്ങളെ ആക്രമിക്കപ്പെടുമോ, സിഹ്ർ ചെയ്ത് കളയുമോ, അല്ലാതെ കൊലപ്പെടുത്തുമോ എന്ന ഭയമാണ് അവർക്കുള്ളത്. ആ ഭയം മൂലമാണ് അവർ പുറത്തു ചാടാത്തത്. ആ തരത്തിൽ ഒരനുഭവമുള്ള ഒരു സഖാഫിയുടെ വോയിസ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പോകാം വീഡിയോയിലോട്ട്. മോനെ മൻസൂറെ, ഇതന്നെയാണ് ഈ നൗഷാദിനും ഹാഫിദിനും ഇപ്പൊ എന്താ മറ്റേ അതവന്റെ പേര് തൊഴിയൂരും അൻവരൊക്കെ സംഭവിച്ച് മഹാന്മാരെ കിതാബ് ഉദ്ധരിച്ച് ഓരോ കുരുത്തക്കേട് പറ്റി. മനസ്സിലായില്ലേ? സമസ്തക്ക് നിങ്ങൾ ഓന്ന് ഇബ്രാസാണ്. ഇതൊന്നും നമ്മൾ കാണാത്ത ആ കിതാബ്. മക്കളെ, അതിലൊന്നും വഞ്ചിതരാവണ്ട. വെറുതെ അതും പറഞ്ഞ് കുരുത്തക്കേട് പറ്റിക്കണ്ട. ആ മഹാന്മാരൊക്കെ വലിയ പവറുള്ള മഹാന്മാരാ. ഹാഫിൽ തന്നെ നശിച്ചു പോകാൻ കാരണം എന്താ അറിയോ? ഓന് മഹാന്മാരെ തൊട്ട് കളിച്ചിട്ടാ. എന്നോടൊരു ദിവസം പറഞ്ഞ്, ഇങ്ങനെ സിഹിറുണ്ട്, ആ സിഹിർ ബാത്തിലാക്കാൻ ഞാൻ യാക്കൂത്തുൽ അർശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് മുരിങ്ങമ്പറായിന്ന് ഒരു വിഷയം ഉണ്ടായപ്പോ യാക്കൂത്തുൽ അർശി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വരട്ടെ അങ്ങോട്ട്, ഞാൻ അവരോട് ചോദിച്ചു പറയാം എന്റെ സിഹിറിന്റെ ഇവര് ഇങ്ങനെ ഓരോ മഹാന്മാരെ പേര് പറഞ്ഞിട്ട് കുരുത്തക്കേട് നിൽക്കണ്ട. അള്ളാഹു കാക്കട്ടെ. അതൊന്നും വെറുതെ ആലിമീങ്ങളെ കുതിര കയറണ്ട. ആരാ ഷെയ്ഖുന ഉസ്താദൊക്കെ എന്നറിയോ? ആരാണ് നമ്മുടെ കോട്ടൂർ ഉസ്താദൊക്കെ? നല്ല അടുത്തറിഞ്ഞാലേ മനസ്സിൽ. ഞാനൊരു കാലത്ത് പഠിച്ചോനെ അള്ളാഹ് പുറത്തേറ്റെ പൊന്മള ഉസ്താദിനൊക്കെ എന്തൊക്കെ പറഞ്ഞ്, പൊന്മളൻ എന്തൊക്കെ പറഞ്ഞു, പേരോട് ഉസ്താദിനൊക്കെ വളരെ നിശിതമായിട്ട് അറക്കുന്ന വെറുക്കുന്ന വാക്ക് ഉപയോഗിക്കല്. എന്താ കാരണം? എന്റെ കൂടെ കൂടിയിട്ടാണ്. അവിടെ രണ്ട് കൊറു തൂക്കിടും. ഒന്ന് പൊന്മള ഉസ്താദിന്, ഒന്ന് പേര് അങ്ങനെ വെച്ച് തിന്നറിയ വൈകുന്നേരം വരെ ഓർക്കെതിരെ ക്ലിപ്പ് ഉണ്ടാക്കുക, മറ്റേ ഉണ്ടാക്കുക. ഛേ, അള്ളാഹു പൊരുത്തേറ്റെ. ഞാനൊക്കെ പൊരുത്തപ്പെടിച്ചിരുന്നു. അള്ളാഹു പൊരുത്തപ്പെട്ടാണ്. ആലിമീങ്ങളല്ലേ, ഭയങ്കര പ്രശ്നമാണ്. സുമ്മാണ്, വിഷാണ്. അത് അറിയാതെ തിന്നാലും എന്തായി പോവും? ചത്തു. അള്ളാഹു കാക്കട്ടെ. ഇതിന് നൗഷാദിന്, നമ്മളെ കുഞ്ഞാമേന്, അൻവരിനൊക്കെ ആഡ് ചെയ്യ്. ഓലെ കിട്ടാൻ വേണ്ടിക്ക ഞാന്. ഓലുള്ള വാട്സപ്പിൽ എന്നെ ആഡ് ചെയ്യണം നിങ്ങള്. ഞാനൊന്ന് ചോദിക്കട്ടെ ഓരോണ്ട്. ഓരിൻ്റെ അടുത്ത് പറ്റേ മുബഷിറാന്ന് പറയുമ്പോ ഒരു മണ്ടു. ഞാൻ വലിയ മഹാനായതുകൊണ്ടല്ല. എന്റെ ഇതൊരു ഞാൻ രഹസ്യ സൂക്ഷിപ്പുകാരനാ. ഓർക്കറിയാം. ഒരേ എന്നെ കൊണ്ടുവരുന്ന സാധുക്കള്. അതുകൊണ്ട് അവരുള്ള ഗ്രൂപ്പുണ്ട്. പറഞ്ഞേരി. ഈ ചിന്തയാണ് എന്നെ ഏറെ സ്വാധീനിച്ചത് ഉസ്താദെ, നിങ്ങൾ ഈ പറഞ്ഞ വിഷയം. കാരണം CM വലിയുള്ളവര് ചെറുപ്പത്തിലേ ബന്ധമുള്ള ആൾക്കാർ നമ്മളൊക്കെ. മടവൂർ ഷെയ്ഖായിട്ട് നല്ലോണം സിയാറത്തും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ നമ്മളെല്ലാ കാര്യം തീരുമാനിക്കരുത്. അതുകൊണ്ട് തന്നെയായിരിക്കും രക്ഷപ്പെട്ടത്. ഈ ചിന്ത മൻസൂറിനുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കും, ഒരു സംശയമില്ല. ഇപ്പം ചിലപ്പോ ഷെയ്ഖിന്റെ ഓർഡർ ഓർക്ക് വരും, മുബശ്ശിർ സഖാഫിയായിട്ട് ബന്ധപ്പെട്ടവൻ ആഖിബത്ത് മോശമായിരുന്നു. അങ്ങനെ 2-3 ആൾക്കാരുടെ മുമ്പ് പറഞ്ഞിനി. ഓല് കുറെ വിട്ടുക്കാൻ കാരണം അതേ. നമ്മൾ ഷറഫുദ്ദീൻ കൊടുവള്ളി ഓനോടൊക്കെ പറഞ്ഞിനി. ഷറഫുദ്ദീൻ കൊടുവള്ളി തന്നെ എന്ത് മുബശ്ശിറായിട്ട് ബന്ധപ്പെടേണ്ടവൻ ആഖിബത്ത് മോശമായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഷറഫുദ്ദീൻ ഭയങ്കര ചീത്ത പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഷറഫുദ്ദീൻ കൊടുവള്ളി വിളിച്ചിട്ട് തന്നെ, ഉസ്താദേ ഉസ്താദോ? മുബശ്ശിർ സഖാഫി ഉസ്താദേ. അപ്പൊ ഓനെന്തോ ഒരു മാറ്റം വന്ന്. ഓ പറഞ്ഞ, എനിക്ക് സത്യം ഒന്ന് വിശദമായിട്ട് എനിക്ക് അറിയേണ്ടിയുണ്ട്, കുറെ സംശയങ്ങളുണ്ട്, ഒന്ന് ദൂരീകരിച്ചാണ്. ഞാൻ പറഞ്ഞു, ഷറഫുവോ, ഞാൻ പ്രതിപക്ഷ നേതാവാന്ന് പറഞ്ഞാല് ഹാഫിദിനെതിരെ നിൽക്കുന്ന ആളാണ്. അവിടെ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്റെ മുറ്റത്തല്ലേ വൈരത്തൂർ ഉപ്പാപ്പ വരുന്നത്, വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച അവിടെ വരുമല്ലോ, ഇനി ഒന്ന് പോയി ചോദിച്ചു നോക്കുകയാണ്. അവനോ രാവിലെ തന്നെ ജുമാന്റെ മുമ്പ് വൈരത്തൂപ്പാപ്പന്റെ അടുത്ത് നിന്ന്, ഞാൻ ഹാഫിദിന്റെ ആളാണ്, ഞാൻ അതിലൊക്കെ കുറച്ച് സംശയങ്ങളുണ്ടാണ്. വൈരത്തൂർ ഉപ്പാപ്പ പറഞ്ഞ്,
സമസ്ത തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വൈരത്തൂർ യൂസുഫ് കോയൽ ജീലാനി എന്തായിട്ടുണ്ടടാ, ഓൻ കള്ളനാന്ന് പറഞ്ഞു. ഓൻ കള്ളനല്ല, കാട്ടുകള്ളനാണെന്ന് ഇപ്പൊ അതാ പറയുന്നത്. അതുകൊണ്ട് വിട്ടു നിന്നോന്ന് പറഞ്ഞു ആര്? വൈരത്തൂർ പാപ്പ. അങ്ങനെയാണ് ഷർഫുദ്ദീൻ കൊടുവള്ളി എന്തായി നമ്മളെ അതിന് ലെഫ്റ്റ് ആയത്. ഓന് ഭയങ്കര അടുപ്പേനു. ഹാഫിദിന്റെ കല്യാണത്തിന് ഷൂവ് റെഡിയാൻ വേണ്ടിയിട്ട് കുറെ മഹാന്മാരെ പേര് ഫാത്തി ഓതിയ ആളാ ദുബായിന്ന്. ഇൻഷാ അല്ലാഹ് ഒക്കെ പറയാം. ഓനെതിരെ ആഡ് ചെയ്യാം നമുക്ക്. ഇയാൾ അഡ്രസ് എന്തരി സാധു മനുഷ്യന് ആരാണെന്ന് മനസ്സിലായില്ല. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഞാന് അവിടുന്ന് സമസ്ത തീരുമാനമെടുത്ത് ഞാനിങ്ങോട്ട് പോന്നപ്പം എനിക്ക് വലിയൊരു അപകടം ഉണ്ടായി. അപകടം ഉണ്ടായ സമയത്ത്, അപകടം എന്നാൽ വലിയ അപകടമാണ്. മർക്കസിൽ നിന്ന് ഷാറെ മുബാറക്ക് കണ്ട് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് വാലാപ്പു എത്തി. ഞാൻ അന്ന് വടക്കുമുറിയാണ് ദർസ്. വാലാപ്പു എത്തിയപ്പോ എനിക്ക് ഭയങ്കര ഉറക്കുന്നു. കാറിലാണ് യാത്ര. ഒരു 70-50 സ്പീഡ് ഉണ്ടാവും. അതില് വാലാപ്പു എത്തിയപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടേതായാലും സൈഡാക്കി ആണെങ്കിലോ ഉറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ മുക്കിലില്ലാത്തോണ്ട് ഇമാമത്തിന് എത്തും വേണം. അങ്ങനെ പോരുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. പഠിച്ചനെ ഉറങ്ങിയിട്ട് ഉണർന്ന ഒരു ശബ്ദം കേട്ടില്ല, ഠേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു, പിന്നെ ഇങ്ങനെ കറങ്ങുക. ഞാൻ വിചാരിച്ചെന്ത് മൗത്തായി പോകുന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ച് ചെല്ലി. അങ്ങനെ കാറവിടെ റെഡിയായി നിന്ന് ഞാനതിന്ന് എഴുന്നേറ്റ് ഡോറൊക്കെ ബെൻഡായിന്. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാഹ് ഇറങ്ങി. പക്ഷെ ഒന്നും ചില്ലൊക്കെ തരിപ്പണ. എൻ്റെ വണ്ടി വാഹനം ഒന്നായിട്ട് തരിപ്പ. കണ്ട ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. നമ്മൾ പത്തനാപുരത്തുള്ള കുറച്ച് മറ്റവരൊക്കെ വന്നിനി കാണാൻ. ഏതായാലും എനിക്കൊന്നും സംഭവിച്ചില്ല. ഒരു പൊടി പോലും ഒരു ചളി പോലും എൻ്റെ ഡ്രസ്സിലായില്ല. ഞാൻ അന്ന് രാത്രി തന്നെ എന്തായി, ബഹുമാനപ്പെട്ട കള്ളന്തോട് കരീമുസ്താൻ്റെ അടുത്ത് പോയി. അസ്സലാമു അലൈക്കും തന്നെ. 2:30 മണിയാണ്. വലൈക്കും അസ്സലാം. കാറ് കുത്തിപ്പൊളിഞ്ഞ് മറിഞ്ഞ് തൂഫാനായത് ഹാഫിദിന്റെ കുരുത്തക്കേടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. കണ്ണിന്ന് വെള്ളം വരികയാണ്. ആണോ ഇങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചു. അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? തോന്നണ്ട. സാക്ഷാല് ഹാഫിദ് നിങ്ങൾക്ക് സിഹിർ ചെയ്താണ്. പക്ഷെ പൊടിയായി പോകാൻ സിഹിർ ചെയ്ത്. പക്ഷെ എന്തായില്ല, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അതിന് കാരണം എന്താ നിങ്ങൾക്കറിയോ? ഞാനൊന്നും പറഞ്ഞില്ല. സുൽത്താനുലമ AP ഉസ്താദിന്റെ കറാമത്താ. നിങ്ങള് സമസ്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തായി, അതിന്റെ കറാമത്ത് കൊണ്ട് രക്ഷപ്പെട്ടതാ. കണ്ണടക്കൂ. ഞാൻ കണ്ണടിച്ചു. ഞാനെല്ലാം ബാത്തിലാക്കിയിരിക്കുന്നു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വല്ലാഹി ഞാനൊന്നും ഉസ്താദിനോട് അങ്ങോട്ട് പറഞ്ഞില്ല. എല്ലാം അങ്ങോട്ട് വന്ന. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഉണ്ടാവുന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കരീം ഉസ്താദ് അന്നൊരു വാക്ക് പറഞ്ഞോണ്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല. AP ഉസ്താദിന്റെ അടുത്ത് പോയി മന്ത്രി ചോദിച്ചു, ഈ വിഷയം പറഞ്ഞ്. ഖലീൽ തങ്ങൾ പാപ്പൻ്റെ അടുത്ത് പോയി, അലിബാഫിന്റെ അടുത്ത് പോയി, ബായാർ തങ്ങളുടെ അടുത്ത് പോയി, എല്ലാ മഹാനും അടുത്ത് പോയി മന്ത്രിച്ചു. കുമ്പോൽ തങ്ങന്മാരുടെ സാദാത്തിന്റെ അടുത്ത് പോയി. ഓരൊക്കെ ആശീർവാദം തന്ന്, നിങ്ങൾക്കൊന്നും സംഭവിച്ചു ധൈര്യമായിട്ട് ഇറങ്ങിക്കോളി, ബായാർ തങ്ങളുടെ സുന്നത്തമായത്തിന് സഹായിച്ചോളി, നിങ്ങളുടെ കുടുംബത്തിനൊന്നും സംഭവിക്കാൻ ഞാൻ ഏറ്റെടുത്താണ്. ആ ഒരു ധൈര്യത്തിലപ്പം ഞാനിതൊക്കെ പറയണേ. ഓരോ കൂടാരത്തിലേക്കൊന്ന് വിട്ടുകൊടുക്കും. ഈ ക്ലിപ്പൊക്കെ അപ്പൊക്കെ മനസ്സിലാവും കേട്ടോ. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. മൻസൂറെ, പള്ളിക്കൽ ബസാർ മൻസൂറെ, ഞാനും കുറേ കാര്യങ്ങളെ പറഞ്ഞതാ. പക്ഷെ ഞമ്മത് ചെറിയ ഇൽമാണ്. ഷെയ്ഖുന ഉസ്താദ് അവർ ജനറൽ സെക്രട്ടറിയാണ് സമസ്തന്റെ. ആ ഉസ്താദ് പറഞ്ഞെല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടേ. ഞാൻ അതുവരെ എന്തായി, അന്ന് തീരുമാനം അന്ന് രാത്രി വരെ ഹിക്മയിൽ പ്രസംഗിച്ച ഞാൻ സമസ്തന്റെ തീരുമാനം പാടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ അത് വ്യക്തമായി മനസ്സിലായി നിങ്ങൾക്കറിയോ? ആ പ്രസംഗം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ മീറ്റിംഗ് കൂടാണ്. എങ്ങനെയാണ് മറ്റോരെ നമ്മൾ എതിരിടേണ്ടത്, ഈ വിഷയം നമ്മൾ എങ്ങനെ എതിരിടും, അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരൊക്കെ എന്താ ഉണ്ടാക്കേണ്ടി, പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ഒക്കെ എന്ത് ആരോപണങ്ങൾ എന്ത് നിൽക്കുണ്ടാക്കേണ്ടി, ഏത് സീഡിയാ മുറിച്ചുണ്ടാക്കേണ്ടി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ്
ഷെയ്ഖ് പറയുന്നത്, ഹക്കീം മക്കളെ ഒരു പ്രശ്നമില്ല, ഷെയ്ഖുനെ വിളിച്ചിരുന്നു എപി ഉസ്താദ്. എന്താ അങ്ങോട്ട് പറഞ്ഞറിയോ? മോനെ വിഷമിക്കരുത്, ആ പൊന്മളിയും പേരോടൊക്കെ വല്ലാതെ അങ്ങോട്ട് വൈത്തല കൂടിയപ്പോ ഞാന് മാത്രമല്ല കോട്ടൂർ ഉസ്താദ് ഭയങ്കര സ്ട്രോങ്ങില് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനത്തിന് എന്തായി, ഞാൻ ആ തീരുമാനത്തില് ഓരോ കൂടെ കൂടി കൊടുത്താണ്. എല്ലാം ഫത്ഹാവും ബേജാറാണ്ടാന്ന് ഷെയ്ഖുനെ വിളിച്ചിന്. റഹ്മാനായ റബ്ബെ, എന്റെ ഖൽബിലാകെ ഒരു എന്താ പറയാ വസ്വാസ്. എ പി ഉസ്താദ് മുനാഫിക്കാണോ അല്ല ഈ ചങ്ങായി പറഞ്ഞ കളവാണോ എന്ന് രണ്ട് വിഷയത്തിൽ അങ്കലാപ്പ്. അങ്ങനെ എന്തായി, എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാൻ ചിന്തിച്ച്, സി എം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു തആല സിർറുഹുൽ മഹാനവറുകൾ ഇഷാറത്ത് ചെയ്ത ഏപ്പിന്റെയും കുഞ്ഞിക്കോയത്തങ്ങളും കൂടെ കൂടിന്ന് അവർ ദീന് പറയാൻ ഏൽപ്പിച്ചിരുന്നു. കൂടുതലും പഠിപ്പിച്ച ഹാഫിളാ, ഓനെല്ലോടത്തും പ്രസംഗിച്ചേർന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരാള് എന്തായാലും മുനാഫിക്കാവൂല. നബി ഉസ്താദിന്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, ഉസ്താദ് എങ്ങനത്തെ ഒരു ഫോണും കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചിരുന്നോ? ഉസ്താദായിട്ട് ചൂടായി. ഞാൻ എന്താ മുനാഫിക്കാ? പടച്ചോനെ കണ്ണൊക്കെ ചോന്ന് ഞാൻ വല്ലേ അവിടുന്ന് വല്ല അങ്ങോട്ട് വേക്കോട്ട് നിന്ന്. പിന്നെ എന്നോട് പറഞ്ഞു, മോനെ ഇതന്നെ സമസ്ത തീരുമാനം എടുക്കാൻ കാരണം, ഇങ്ങനെ കുറെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് സമസ്ത തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഹക്കിന്റെ ഭാഗത്ത് ഉറച്ചെന്നോ, സമസ്ത തീരുമാനത്തിൽ ഉയർച്ചു നിന്നോന്ന് പറഞ്ഞ് അടിയുറച്ചു എന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ കോല് മുറിച്ചിട്ടാ പിന്നെ അങ്ങോട്ട് പോയില്ല. എല്ലോ മനസ്സിലാക്കിയോ? ഇത് കളവല്ല. നിന്റെ ഹിദായത്തിനൊക്കെ ഒരു കാരണം ഞാൻ ചിലപ്പോ ഈ ത്വരീഖത്തും ശരീഅത്തും എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിൽ വന്ന് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, സ്നേഹത്തോടു കൂടി പറയാം. ഇന്റെ ഈ പറഞ്ഞ വോയിസൊക്കെ ഒന്നേ കുരുവട്ടൂർ കേന്ദ്രത്തേക്ക് വിട്ടുകൊടുക്കിട്ടോ, വിസ്ഫോടനം ഉണ്ടാവും അവിടെ. ബിഗ് ബാങ് തിയറി ഒന്ന് വിട്ടുകൊടുക്കി, ശേഖന്മാരൊക്കെ ഒന്ന് കേട്ട് ചിരിക്കേ അല്ലെങ്കിൽ ഒന്ന് എന്താട്ടെ ഇങ്ങോട്ട് വരട്ടോല്. ദയവ് ഇതിന്റെ ഇതൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താളേ കുരുവട്ടൂർ കേന്ദ്രത്തിലേക്ക്. എവിടെ അയാള്, നമ്മളെ മാറൂഫ് എവിടെ? ഞാന് സദക്കത്തുള്ളയിൽ കാഹിരിന്റെ അവിടെ കായൽപട്ടണത്ത് മൊഹീദ്ദീൻ ഷേഖ് ഇരുന്ന സ്ഥലമുണ്ട്, അവിടുന്ന് കുത്തുബിയത്ത് പങ്കെടുത്ത. എന്നിട്ട് അവിടുന്ന് ഒരു മഹാൻ ഖുദർ നബി പറഞ്ഞ്, സദക്കത്തുള്ളാഹിൽ കാഹിർ ഉണ്ടാക്കിയ ദുആ മുബശിർ സഖാഫി ദ്വാരക്കട്ടെ. സദക്കത്തുള്ളാഹിൽ കാഹിർ ഉണ്ടാക്കിയ ദുആ മുബശിർ സഖാഫിനോട് ദ്വാരക്കാനാ ഓർഡർ. അന്ന് ഖുദർ നബി തുപ്പിയ പൂവ് സൂക്ഷിച്ച് കുറെ കൊണ്ടുവരുന്നിനി, പിന്നത് വലിച്ചെറിഞ്ഞവനാ. ഞാൻ മുക്കത്തില്ല ആളാ, എന്നോട് മുബശിർ സഖാഫി എന്ന് അറിയും. ഹാഫിദിന്റെ ഖാദിമും കാട്ടിലും വീട്ടിലും നാട്ടിലൊക്കെ ജീവിച്ച ആളാ. ഷാഹ് മൻസൂർ ഖാദിരിന്റെ അവിടെ ചോപ്പടിന്റെ അടുത്തൊക്കെ ജീവിച്ച ആള്. അതുപോലെ കലീർ ഷരീഫ് പോയ ആളാ, ഹജ്ജിന് വിട്ട ആളാ. മൊട്ടടിച്ച് വന്നിട്ടേ ഇബ്രാഹിം നബിന്റെ വെള്ളം കുടിച്ച, ഇബ്രാഹിം തുപ്പി ഹൗസുല്ലാന്ന് തുപ്പി വെള്ളം കുടിച്ച ആളാ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിടലാൻ കാണിച്ചു തരാം. ഓനോടൊന്നേ നൗഷാദ് ഇന്നലെ വെല്ലുവിളിച്ചല്ലോ, ആ സഖാഫി മുക്കത്തുള്ളേ നാട്ടുകാര് ഒന്നായിട്ട് കള്ളനാന്ന് പറഞ്ഞ സഖാഫിയാ. ഞാനെന്തോ ടെസ്റ്റ് വിട്ടാണ്, മറുപടി തരാൻ പറയണ്ടേ നൗഷാദിനോട്, മാനസിക രോഗി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തിരിഞ്ഞോളൂ. മാറൂഫ് അയാളെ വേറെന്താ എനിക്കറിയില്ല, ശരിയാവും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇറങ്ങുന്നുണ്ട്. ഒരു ദിവസം റിയാദുസ്സാലിഹീൻ സബക്കില്ലേ ഞങ്ങൾ ഈ പ്രമുഖരിൽ പ്രധാനപ്പെട്ട ആളെ ഞാൻ എന്നെ നേരെ മുന്നിലായിരുത്തല്. കാരണം അതിലെ കൂടുതല് ഷെയ്ഖ് എപ്പോഴും പറയുന്നത് മുബശിർ സഖാഫിന്റെ മുഖത്ത് നോക്കി പറയാൻ നല്ല റാഹത്താണ്, അവർക്കെല്ലാം മനസ്സിലാവും. എൻ്റെ മുഖത്ത് നോക്കി പറയാം. ഒരു ദിവസം പെട്ടെന്ന് എണീറ്റ് പോയി കുരുവട്ടൂരിന്ന്. ആടെ മല്ല മുകളിലൊരു സ്ഥലം, ആടെ പോയിട്ട് എന്തായി പെട്ടെന്ന് തിരിച്ചു വന്ന്. അപ്പം പറഞ്ഞ് മമ്പുറത്തെ പാപ്പയും അടൂർ ഷേഖ് വന്നിനി, ഓറ് പോയും ചെയ്ത്. ഇന്ന് കർബലയിൽ എന്തുണ്ട്, ബഗ്ദാദിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. പക്ഷെ എന്നെ കൂട്ടിയില്ല, ഒരു വെറുതെ കട്ടായി പോയി. അതുകൊണ്ട് പോയിക്കോളാ, ഞാൻ വെറുതെ പൂർത്തിയാക്കട്ടെ, എന്റെ വെറുതെ കട്ടായി പോയി, പോ സേത്താമാരെ തന്നെ ഓടിച്ച്. അവന്റെ വെറുതെ മൊത്തം കട്ടായി. പാറപ്പള്ളിന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ സബക്കിൽ പങ്കെടുത്ത ആളാ ഞാന്. പാറപ്പള്ളി ഒരു പാറ ഉണ്ടല്ലോ, ജിന്നിന്റെ പാറ, അതിന്റെ മുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സബക്കിന് വരല്. ഹാഫിദ് ആൾ പോയി സബക്കിന് വരും.
ആ കടന്ന് ഇങ്ങനെ പാറി വരല. പാറപ്പള്ളിയിലുള്ള ഒരു കാർ പാർക്കിങ്, വാഹന പാർക്കിങ്ങിന് ഉള്ളില്, അതിൻ്റെ ഉള്ളില് പാറപ്പള്ളി പാറന്റെ ഉള്ളില് അവിടെയാണ് ഖിദർ നബി ഹിർക്ക കൊടുക്കാൻ വേണ്ടി വരല്. പിരാന്ത്. അങ്ങനെ നട്ട പാതിരിക്ക് ഞങ്ങൾ വിളിച്ചുകൊണ്ടായി. നോക്കുമ്പോ എന്താ, ഒരു കുന്തുമില്ല. ഓനാട് പോയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വരും. എന്നിട്ട് പറയും യാക്കൂത്തരശി വന്ന്, തുനിൽ മിസ്രി വന്ന്, ഇന്നെന്താ പറയാ, ദാവൂദ് ലജ്മി ഒന്നുമില്ല, ഓർക്കെന്താ പറ്റിയെന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒറ്റപ്പെടല്. നഊദു ബില്ലാഹി മിനശ് ശർറി കാക്കട്ടെ. ഞാൻ ഓരോ പൊട്ടത്തേര് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്.